സഹൃദയരെ നമസ്കാരം. കൽക്കി സിനിമയുടെ റിവ്യൂ പറയാനാണ് ഭാവിയിലെ 2 കൽക്കികളെയും കൂട്ടിയിട്ട് ഞാൻ വന്നത്. ഒന്ന് ജോസഫ് അനൂപ് വിൻസെന്റ്, അവന്റെ കയ്യിലിരിക്കുന്നതാണ് മെറിൽ സാറ അനൂപ് വിൻസെന്റ്. ഓക്കെ, എന്നാ കൊണ്ടുപോയിക്കോ പെണ്ണിനെ. അപ്പോൾ കാലത്ത് തന്നെ കൽക്കി സിനിമയാണ്. അപ്പോൾ കൽക്കി ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്രയും വളരെ ശക്തമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിനിപ്പോൾ വളരെ വലിയ ഒരു ക്യാൻവാസിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ വരുന്നത്. അപ്പോൾ അത് വളരെ അഭിനന്ദനാർഹനീയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ തെറ്റും കുറവും കുറ്റമൊന്നും ഞാൻ കാണാൻ പോയില്ല. ഞാൻ സിനിമ മാത്രമാണ് കണ്ടത്. ഞാൻ അത് വളരെ എൻജോയ് ചെയ്ത് കണ്ടു. കൂട്ടത്തിൽ സിനിമയ്ക്ക് കൂട്ടായിട്ട് നമ്മുടെ മഹാഭാരത കഥയും അതിലെ യുദ്ധവും കൃഷ്ണനും അശ്വത്ഥാമാവും, അതായത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ ആ സിനിമ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കർണൻ്റെ പുനർജന്മവും ദുൽഖർ സൽമാനും ഒക്കെ ഉണ്ട് സിനിമയിൽ. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്പോയിലറായി പോവും എന്നുള്ളൊരിത് ഉള്ളതുകൊണ്ട് കഥയായിട്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും കാണാൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സംഭവം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. സിനിമ വളരെ നന്നായിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അപ്പോൾ കൽക്കി സിനിമ എല്ലാവരും കാണും എന്നുള്ള പ്രതീക്ഷയിൽ നേതൃത്വത്തിൽ ഇതിലിപ്പോൾ എടുത്തു പറയേണ്ടത് ഇതിലത്തെ CG, ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അമിതാഭ് ബച്ചൻ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്, ശോഭന. അതുപോലെ തന്നെ ഇതിലവർ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു പ്രപഞ്ചമുണ്ട്, അതായത് അവരുടേതായ ഒരു യൂണിവേഴ്സ്, അത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിലും സിനിമ, നമ്മൾ പല സിനിമകൾ ഇപ്പോൾ എന്താ പറയുക, അതിന് ഇംഗ്ലീഷിൽ പോസ്റ്റ് അപ്പോക്ലിപ്റ്റ് അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ സിനിമകൾ ഒരുപാട് ഇംഗ്ലീഷിലുണ്ട്. അങ്ങനത്തെ ഒരു സിനിമ ആ സിനിമയിൽ നമ്മുടെ എപ്പിക് കഥാപാത്രങ്ങൾ കൂടി അണിനിരക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഈ സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. തിയേറ്ററിൽ തന്നെ പരമാവധി കാണാൻ ശ്രമിക്കുക. ഇത്ര മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. കൂടുതൽ കഥയോ ഇൻഫർമേഷൻസോ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഡയറക്ടർ കൊള്ളാം, നാഗശ്വിൻ വളരെ വിഷനുള്ള ഒരാളാണ്. കൂടുതൽ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. കൂടുതൽ ഞങ്ങളുടെ ഫാമിലി വ്ളോഗുകളും മെയിനായിട്ട് യാത്ര വ്ളോഗുകളൊക്കെ വരാൻ പോവുകയാണ് ഈ ചാനലിൽ. അത് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ യാത്രാ വിവരണങ്ങൾ എന്ന് പറയുമ്പോൾ വെറുതെ അതും കാണിക്കുന്നതല്ല, ഹിസ്റ്റോറിക്കലായിട്ടുള്ള റെലവൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഓരോ സ്ഥലങ്ങളും, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ. സന്തോഷ് കുളങ്ങര ചെയ്തതുപോലെ ഒക്കെ ആവണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതിന് ഒന്നും അത്ര എത്തിയില്ലെങ്കിലും ഓരോ സ്ഥലത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്ളോഗുകളായിരിക്കും വരിക. അപ്പോൾ പുറകെ നിൽക്കുന്ന ജോസഫ് അനൂപ് വിൻസെൻ്റ് ആയിരിക്കും ചിലപ്പോൾ മറ്റു വ്ളോഗുകളൊക്കെ കൈകാര്യം ചെയ്യുക ചില സമയങ്ങളിൽ. അപ്പോൾ അദ്ദേഹത്തിനെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കലാകാരൻ ആണ് അദ്ദേഹം. അപ്പോൾ നന്ദി, നമസ്കാരം. കൽക്കി. താങ്ക് യു.